friends, Assalamualaikum, Namaskaram and welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 കേക്ക് ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് ട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്തോ ആയിരുന്നു. എനിക്ക് വലിയ ഓർമ്മയില്ല കാരണം ഞാൻ ഇത് ഡെലിവറിന്റെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറേ ആൾക്കാർ ഡെലിവറിന്റെ ആ ഒരു വീഡിയോയും അതിന്റെ ഇടയ്ക്ക് കേക്കിന്റെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് ബാക്ക് ടു വർക്ക് തുടങ്ങിയോ എന്നുള്ളത്. വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ എഡിറ്റ് ചെയ്തിടുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ കേക്കിൽ ഇങ്ങനെ കുത്തി വരക്കാൻ ആർക്കാ പറ്റാത്തതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പൈപ്പിംഗ് കവർ എടുക്കുക, അതിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതുപോലെ കുത്തി വരക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ഒരു സൈഡ് അങ്ങനെ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യട്ടെ. നമുക്കിതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞാലുണ്ട് അതിൻ്റെ ലുക്ക് വരാൻ പോണത്. എനിക്ക് തോന്നുന്നത് ഞാൻ മാജിക് റെഡ് കളറാണ് എടുത്തിരുന്നത്. അതൊരു ലിറ്റിൽ ഡ്രോപ്സ് ചെറിയൊരു തുള്ളി ടീച്ചപ്പും കിട്ടിയിട്ടുള്ള കളറാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഓർമ്മയില്ല. അല്ല സോറി, ബർഗണ്ടിയാണ് കേട്ടോ, ബർഗണ്ടിയാണ്. ഈ ഒരു കേക്കിൽ ഈ വർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, അധികം ഫിനിഷിങ് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വൈറ്റ് ക്രീമിലും ചെയ്യാം കേട്ടോ. അതും നല്ല ഒരു കിടു ലുക്ക് തന്നെ തരും. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഹേർട്ട് ഒന്ന് ഒരു നല്ല എടുത്ത് കാണാനായിട്ട് ഒന്നും കൂടി ഇങ്ങനെ കട്ടിയിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഫൈനലി നമ്മൾക്ക് ഇതുപോലെ കേട്ടോ കിട്ടുക. ഇതുപോലെ കട്ടിയിൽ നല്ല കിട്ടും. നല്ല എന്താ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയ പോലെ അല്ലേ, ഇടിയപ്പത്തിന് നമ്മൾ ഇങ്ങനെ 7 ആഴിയിൽ ആക്കി വെക്കുമല്ലോ, അതുപോലെ അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് നമ്മളെ 611 നമ്പർ 11 എന്നുള്ള ഒരു നമ്പർ എടുത്തിട്ട് ഇതുപോലെ ആ നോസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ റോസ് പെറ്റൽ വരയ്ക്കണ നോസിൽ എടുത്തിട്ട് ഓരോ ഇതളുകൾ വരയ്ക്കുകയാണ്. പക്ഷേ അന്ന് എന്താ പറയുക, നല്ല ചൂടുള്ള സമയമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇത് ചെയ്യുമ്പം ക്രീം നന്നായിട്ട് മെൽട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഞാനിതിലേക്കാണ് കുറച്ചും കൂടി കളർ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഫ്ലവറല്ല എനിക്ക് വരയ്ക്കാൻ പറ്റിയത്. അപ്പോൾ പറ്റിയ ഫ്ലവർ വെച്ചിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഇതിലും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ വരണ പോലെ അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 ഇതിൽ വെച്ചിട്ട് ഒരു ഹേർട്ട് പോലെ തന്നെ വീണ്ടും വീണ്ടും വരച്ചു കൊടുക്കുകട്ടോ ചെയ്തത്. അത് ഞാനിങ്ങനെ ഫ്ലവർ ആക്കിയിട്ട് റൗണ്ടിൽ ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ടോ എനിക്ക് ഫൈനൽ ലുക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വൈറ്റ് ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ അൺഫിനിഷിംഗ് ആയ പോലെ കിടക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫോണ്ടൻ്റ് വെച്ചിട്ട് പേര് എഴുതാനുള്ള ആ സ്പേസും ഉണ്ടല്ലോ. നെക്സ്റ്റ് വന്നിട്ട് 1 kg ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ റീൽസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീൽസ് കണ്ടവർക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാതെ, ഫോണ്ടൻറ്റ് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പേപ്പർ കട്ടിംഗ് ആണ്. അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതും വൈറ്റ് നമ്മൾ നോർമൽ ഫോണ്ടൻറ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കളർ എടുത്തിട്ട് നമ്മൾ ബോട്ടിലിൽ നിന്ന് കളർ എടുത്തിട്ട് ഇതുപോലത്തെ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് റെഡ്, ഞാൻ മാജിക് റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏത് കളറും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അതിന് ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്രത്യേക ടൈപ്പിൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് മാറി കിട്ടും. അതുപോലെ ഞാൻ ഫോണ്ടൻറ്റ് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പേര് ലെറ്റേഴ്സും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ റെഡ് വെൽവെറ്റ് നമുക്ക് നോർമൽ പൊടി വിതരണ ആ ഒരു ഇതിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റെഡ് വെൽവെറ്റ് ക്രംസ് ഉണ്ടാക്കിയിട്ട് അത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഫ്ലവറും വെച്ച് കൊടുത്തു, നെയിം എഴുതി കൊടുത്തു. അപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ലുക്കിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.